ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഫൈനലി നമ്മളുടെ നാളെ ഗെയിമിൽ മെയിൻ്റെനൻസിന് ശേഷം എന്തൊക്കെ അപ്ഡേറ്റ് ആണ്, കാര്യങ്ങളാണ്, ഏതൊക്കെ പാക്കാണ് വരുന്നത് നമുക്ക് റിവീൽ ചെയ്തിരിക്കുകയാണ് ഗൈസ്. മെയിൻലി നമുക്ക് ലോഗിൻ റിവാർഡായിട്ട് 2 കാർഡാണ് ഗൈസ് കിട്ടുന്നത്. മെസ്സിയുടെ ഒരു കാർഡും, മെസ്സിയുടെ കാർഡ് വരുന്നത് വിഷണറി പാസ്സാണ്, ബൂസ്റ്ററാണ്. എംആറുടെ കാർഡ് വരുന്നത് ഗെയിം ചേഞ്ചിങ് പാസ്സാണ്, അതും ബൂസ്റ്റർ കാർഡാണ്. പിന്നെ നമുക്കൊരു 5 ഹൈലൈറ്റ് കാർഡ് വരുന്നുണ്ട് ഗൈസ്. അത് അർജന്റീനയുടെ 5 ഹൈലൈറ്റ് കാർഡും പെയിന്റ് 5 ഹൈലൈറ്റ് കാർഡുമാണ്. അത് നമുക്ക് ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം 750 കോയിൻ നമുക്ക് ഇൻ ഗെയിമിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിന് നമുക്ക് സാധാരണ നമ്മളെ ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ മാച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ കിട്ടുന്ന റിവാർഡ് കണക്കല്ല. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഇനി നമ്മൾ ഫ്ലാഗുകൾ കംപ്ലീറ്റ് ചെയ്താണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഫ്ലാഗുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലെയറിൻ്റെ ടീമിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടോ, ഏതൊക്കെ നാഷണാലിറ്റിയിലുള്ള പ്ലേയേഴ്സ് ഉണ്ടോ, അത് ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഫ്ലാഗുകൾ കിട്ടുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫ്രണ്ട് ഇൻവൈറ്റ് ക്യാമ്പയിനാണ്. ഈ ഫ്രണ്ട് ഇൻവൈറ്റ് ക്യാമ്പയിൻ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവർ കോഡ് അടിച്ച് അവർ ഒബ്ജക്റ്റീവ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഫ്രണ്ടിൽ നിന്ന് 200 കോയിൻ വരെയാണ് കിട്ടുന്നത്. മാക്സിമം 5 ഫ്രണ്ട്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് 1000 കോയിൻസ് വരെ കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ 5 ഫ്രണ്ട്ലി മാച്ച് കളിക്കുമ്പോൾ നമുക്കൊരു ഗറാറിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഗൈസ്. അത് വലിയൊരു ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് ഒരു വട്ടം ഗറാറിന്റെ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇപ്പൊ തന്നെ കൊണ്ടുവന്നത് 98 റേറ്റിംഗ് ആണ്. അത് മാക്സിമം 102 ഓവറോൾ കയറത്തോളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയൂ ഗൈസ്. പിന്നെ എടുത്തു പറയേണ്ട ഗൈസ്, 2 പ്രീമിയം പാക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് ഒരെണ്ണം പോർച്ചുഗലിന്റെയും ഒരെണ്ണം ഇംഗ്ലണ്ടിന്റെയാണ്. പോർച്ചുഗൽ എല്ലാവരും കാത്തിരുന്ന കണക്ക് റൊണാൾഡോയാണ് കൊണ്ടുവന്നേക്കുന്നത്. റൊണാൾഡോ 105 ഓവറാളും കാര്യങ്ങളും എല്ലാം കയറുന്ന ഒരു കാർഡാണ്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ മാനേജർ ക്വിക്ക് കൗണ്ടർ 90 ആണ് ഗൈസ്. സാധാരണ ഇപ്പം നമുക്ക് നിലവിലുള്ള 89 ആണ്, ബട്ട് 90 ആണ് കൊണ്ടുവന്നേക്കുന്നത്. റൊണാൾഡോയുടെ എബിലിറ്റി എന്ന് വെച്ചാൽ വിൽ പവർ ആണ്, ബൂസ്റ്റർ വിൽ പവർ ആണ്. അത് കണക്ക് നമ്മൾ ഇംഗ്ലണ്ട് ബാക്ക് നോക്കുവാണെങ്കിൽ ഹാരി കെയ്ൻ വിൽ പവർ ആയിട്ടാണ് ഗൈസ് വരുന്നത്. പിന്നെ നമുക്ക് മാനേജർ പൊസിഷൻ ഗെയിമിംഗ് ആണ്, അത് 90 ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 3 പാക്കാണ് ഗൈസ്. അത് ജപ്പാൻ, ബ്രസീൽ, ഫ്രാൻസ് ആണ് വരുന്നത്. അത് മാനേജർ ഇല്ലാത്ത പാക്കാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് 2 പാക്കാണ്. അത് പ്രീമിയം അല്ല, സാധാ 2 പാക്കാണ്, ജർമ്മനിയുടെയും നെതർലൻഡ്സിന്റെയും. പിന്നെ നമുക്ക് വരുന്ന 3 എപ്പിക് കാർഡിന്റെ പാക്കാണ് ഗൈസ്. ക്രൈഫ്, ഇൻസാഗി, ജോർദി ആൽബ, ഇങ്ങനത്തെ ഒരു 3 പേരെയാണ് ഗൈസ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന കണക്ക് നമ്മൾ അതിനകത്ത് കയറി നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. അത് ഈ കോഡ് അടിച്ചു കൊടുത്താലേ നമുക്ക് ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ഈ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ്, നമ്മളെ ഈ പാക്കിനകത്ത് കറക്കാനുള്ള ഫ്രീ സ്പിന്നാണ് ഗൈസ് കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇവിടെ എൻ്റെ പവാണ് ഗൈസ്. എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ബിഗിനറാണ് ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.